അജപാലകൻ ഇന്ന് മെയ് മാസം 27 ബുധനാഴ്ച വിശുദ്ധ കുർബാനയിലെ വായന ലൂക്കയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 39 മുതൽ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിൽ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചുചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നു? ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്തിൽ കുതിച്ചുചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ സന്ദേശം മറിയം ഏലീശയെ സന്ദർശിക്കുന്നതാണ്. ഏലീശ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉദ്ഘോഷിക്കുന്നത് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു. നീ സ്ത്രീകളെ അനുഗ്രഹീതമാണ്, ഉദരഫലവും അനുഗ്രഹീതം. പരിശുദ്ധ മറിയം സന്ദർശിച്ചപ്പോഴാണ് എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായത്. വിശുദ്ധരായ വ്യക്തികളുടെ സാന്നിധ്യം മനുഷ്യരെ നല്ലവരും ദൈവാരൂപി നിറഞ്ഞവരുമാക്കും. പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിൽ ദൈവം തന്നെയായ ഈശോ വസിക്കുന്നു. ഏലീശയുടെ ഉദരത്തിൽ ശിശു കുതിച്ചുചാടിയെന്ന് വിശുദ്ധ ഏലീശ സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ഏലീശ പുണ്യവതിക്ക് പ്രവചനം ലഭിച്ചു. പരിശുദ്ധ മറിയം കർത്താവിൻ്റെ അമ്മയാണെന്ന് ഏലീശ തിരിച്ചറിഞ്ഞു. സ്ത്രീകളിൽ ഉന്നതയാണെന്ന് സാക്ഷ്യപ്പെടുത്തി. സ്നാപകൻ്റെ പിതാവ് ഊമനായി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഏലീശ അർത്ഥവത്തായ സംഗതി ലോകത്തെ അറിയിച്ചത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശ്വസിക്കുവാൻ സംശയിച്ച് സക്രിയ അതിനൊരു ഉദാഹരണമായിട്ട് അടുത്ത് നിൽക്കുന്നുണ്ട്. യേശുവിൻ്റെ 2-ാമത്തെ വരവ് വരെ പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുമെന്നാണ് ശ്ലീഹാകാലത്ത് ഉദ്ഘോഷിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നതിന് ഹോളി സ്പിരിറ്റ് എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷ. ആത്മാവുകൾ 2 തരമുണ്ട്, പരിശുദ്ധാത്മാവും ദുരാത്മാവും. ദുരാത്മാവ് യൂദാസ്കറിയാത്തയിലും ഇസ്രായേൽക്കാരുടെ ആദ്യത്തെ രാജാവ് ശാമൂലിലും പ്രവേശിക്കുന്ന കാര്യങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ട്. യൂദാസ്കറിയാത്ത യേശുവിനെ ഒറ്റിക്കൊടുക്കുകയെന്ന മഹാപാപവും പരിണതഫലമായി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ശാമൂലാകട്ടെ ഗൊലിയാത്തിനെ കൊന്ന് ഇസ്രായേൽക്കാരുടെ മാനം കാത്ത ദാവീദിനെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലാൻ ചെയ്യുന്നു. മനുഷ്യൻ പാപത്തെ സ്നേഹിക്കുമ്പോൾ ദുരാത്മാവിന് പ്രവേശനം ലഭിക്കുന്നു. അവ ദുരാശ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുമെന്നും പാപം പൂർണ്ണ വളർച്ചെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുമെന്നും യാക്കോബ് പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് മനുഷ്യൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നത്. ദുരാശ നിറഞ്ഞ് മദ്യത്തിന് അടിമയാകുമ്പോൾ ദുരാത്മാവ് നമ്മൾ പ്രവേശിക്കുമെന്നും നിങ്ങൾ ആത്മാവിനാൽ പൂരിതരാകണമെന്നും പൗലോസ്യ പഠിപ്പിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് വേദശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണെന്ന് ഗലാത്യക്കാർക്കുള്ള ലേഖനം 5:14 പഠിപ്പിക്കുന്നു. ആത്മാവിൽ ആരംഭിച്ച് ശരീരത്തിൽ അവസാനിപ്പിക്കുവാനുള്ള ബോഷന്മാരാകരുതെന്ന് ഗലാത്യർക്കുള്ള ലേഖനം 2:20 പൗലോസ്യ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.